പറയാത്ത അല്ലെങ്കിൽ കുറ്റം പറയാൻ ആഗ്രഹിക്കാത്ത ഒരുത്തനാണ് നാടിനെയോ നാട്ടുകാരെയോ പറഞ്ഞൊന്നും വലിയ കാര്യമോ ഇല്ല. അവരവർക്ക് തോന്നണം. നാനും ചിന്തിക്കണം. ഞാൻ ഇന്നെല്ലാവരും ഇരിക്കുമെന്ന് വിചാരിച്ചു ചിന്തിച്ചു. ഇത്രമാത്രം തിരക്കുള്ള ആരെങ്കിലും സദസ്സിരിക്കുന്നത് സ്ഥാപിച്ചാലിപ്പോ വാടക ആർക്കല്ലേ എന്തെല്ലാം പണി എന്നിട്ട് എത്ര ആള് നമ്മളെ പണി ഇപ്പോ പുറത്തുണ്ടാവുകയാണെങ്കിൽ എല്ലാവരും. അതാണ് നമുക്ക് ഇതിന്റെ അകത്തിരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പുറത്തു പോയി എന്ത് പറയുന്നതിനോ ആടെ സമയം കളിക്കുന്നതിനോ ഒരു ബുദ്ധിമുട്ടി നമുക്ക്. ഞാനിത് പറയാൻ വിചാരിച്ചാൽ കണ്ടുപോയപ്പോ എനിക്ക് സ്വയം തോന്നിപ്പോയോ എന്താണ് റമദാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച എല്ലാവരും വളരെ നല്ല ആഗ്രഹത്തോടു കൂടി വന്ന് വളരെ പെട്ടെന്ന് വന്ന് കഴിയുന്നത്ര പള്ളിയിൽ ഇരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന നല്ല ഒരു സമയത്ത് നമുക്കൊന്നും അങ്ങനെ തോന്നുന്നില്ല. നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിനോട് ചോദിച്ചു നോക്കുക, എന്താണ് ഞങ്ങളുടെ മനസ്സിലേക്കുള്ള പ്രശ്നം. അല്ലാഹു തആല നമ്മളെല്ലാവരെയും നന്നാക്കി തരുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമദാൻ മാസം നമ്മളിൽ നിന്ന് വിട പറയാൻ പോവുകയാണ്. എല്ലാവരും ഇത്തികാഫിന്റെ നിയത്തൊക്കെ വെച്ചിരിക്കുക. നമുക്ക് കുറച്ച് സമയം നമ്മളെ ഇവിടെ എൻ്റെ നാട്ടിലൊക്കെ അതുകൊണ്ട് വർഷങ്ങളായി ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് റമദാൻ മാസം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ റമദാൻ മാസത്തിന്റെ 30 ദിവസവും ളുഹർ മുതൽ അസർ വരെ ഇപ്പോഴും ഉണ്ടാവും. പോയിട്ടാണല്ലോ കഴിഞ്ഞ വർഷം എല്ലാ വർഷം ഉണ്ടായി, ഈ വർഷം ഉണ്ടാവും, എല്ലാ വർഷം ഉണ്ടാവും. ളുഹർ മുതൽ അസർ എല്ലാവരും ഉണ്ടാവും. ഏകദേശം നാട്ടിലാളൊക്കെ ഉണ്ടാവും. ആർക്കും അങ്ങനത്തെ ഒരു മടിയോ അങ്ങനത്തൊന്നും ഇല്ല. പണ്ടേ പതിവില്ലാത്തത് കൊണ്ടായതാണ്. ഏതായാലും ഇൻഷാ അല്ലാഹു തആല നമ്മളൊക്കെ സൈറിലാക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ എല്ലാവരും കാവൽ ചോദിക്കേണ്ട ഒന്നാണ് നരകം. നമുക്കതൊന്നും ഒരു വിഷയമേ ഇല്ല. നരകം എന്ന് പറയുന്നത് അല്ലാഹു തആല നമുക്കല്ല സൃഷ്ടിച്ചതെന്നാണ് നമ്മുടെയൊക്കെ ചിന്ത. ഈ റമദാൻ മാസത്തിന്റെ അവസാന ദിവസങ്ങളിൽ, ഈ 10 ദിവസങ്ങളിൽ നരകത്തിനെ കുറിച്ച് നമ്മൾ കാവൽ ചോദിക്കുന്നു. അതേപോലെ അല്ലാഹുവിനോട് മാഫ് ചോദിക്കേണ്ട ദിവസമാണ്. എല്ലാ ദിവസവും അങ്ങനെ ചെയ്യേണ്ടതാണ്. പക്ഷെ സ്പെഷ്യലായി അല്ലാഹു തആല ഓഫർ നൽകിയ മാസമാണ് ഈ പരിശുദ്ധമായ റമദാൻ. നിങ്ങൾ ചോദിക്കുക, അത് അല്ലാഹു തആല തരാൻ തയ്യാറായിരിക്കുന്ന ഒരു സമയമാണ്. അതിൽ നമ്മൾ ചോദിക്കുന്ന ഒന്നാണ് അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ കാരുണ്യവാനാണ്, ഞങ്ങൾക്ക് നീ കാരുണ്യം ചെയ്യണമെന്ന് മനസ്സറിഞ്ഞ് നമ്മൾ അങ്ങനെ ഒന്ന് പറയുന്നത്. മനസ്സറിഞ്ഞ് ഒറ്റയ്ക്കിരുന്ന് നമ്മൾ തറാവീഹ്, റമദാൻ, തഹജ്ജുദ് ഈ സമയത്ത് നമ്മൾ മനസ്സറിഞ്ഞൊന്ന് പറയുക. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, അല്ലാഹു എങ്ങാനും നമുക്ക് കാരുണ്യം ചെയ്തില്ല എങ്കിൽ, അല്ലാഹു തആല എങ്ങാനും നമ്മളോട് കൃപ കാണിച്ചില്ല എങ്കിൽ, കൃപ കാണിക്കുന്നു എന്നതിനുള്ള തെളിവാണ് ഞാനും നിങ്ങളും ഇവിടെ ജീവിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മളെ എപ്പോഴേ അല്ലാഹു തആല എന്തൊക്കെ ചെയ്തേനെ, എന്തൊക്കെ ചെയ്തവനാണ് അല്ലാഹു. ആരെയൊക്കെ മുൻഗാമികളാകുന്ന ക്രൂരന്മാരാകുന്ന ഭരണാധികാരികളെ അല്ലാഹു തആല ഇരുന്ന സ്ഥലത്ത് നിന്ന്, അല്ലെങ്കിൽ നിന്ന സ്ഥലത്തിൽ നിന്നോ താമസിച്ച സ്ഥലത്തിൽ നിന്നോ അങ്ങനെ തന്നെ ഭൂമിയുടെ അടിയിലേക്ക് കൊണ്ടുപോയി. ഇപ്പോഴും അങ്ങനെ ഭൂമിയുടെ അടിയോട്ട് അദ്ദേഹം പോയിക്കൊണ്ടേയിരിക്കുന്നു എന്ന് ചരിത്രം പറയുകയാണ്. ഒരാൾ അദ്ദേഹം വളരെ ക്രൂരനാണോ, വലിയ ഭരണാധികാരിയാണോ, ലോകം മുഴുവനും അടക്കി ഭരിക്കുന്നയാളാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാവാറില്ല. എനിക്ക് കൂടുതൽ പണം വേണമെന്നോ, കൂടുതൽ സമ്പാദിക്കണമെന്നോ അങ്ങനെയൊന്നും ചിന്ത ഉണ്ടാവാറില്ല ആ കാലഘട്ടത്തിൽ. എന്നാൽ അങ്ങനെയുള്ള മുസ്ലിമീങ്ങളിൽ നിന്ന് ചിലർ പോലും പറഞ്ഞു, അവനിക്ക് കിട്ടിയതുപോലെ ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ. ഖാറൂൻ എന്ന് പറയുന്ന ഒരു നല്ല ഒരു, അല്ലെങ്കിൽ ഖാറൂൻ എന്ന് പറയുന്ന മുതലാളി അദ്ദേഹത്തിനിക്ക് കൊടുത്തതുപോലെ അല്ലാഹു തആല എനിക്കും തന്നിരുന്നെങ്കിൽ എന്ന് മുസ്ലിമീങ്ങളും പോലും ചിന്തിച്ചു. അത്രമാത്രം ലോകം അടക്കി ഭരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഭരണാധികാരിയും പണക്കാരനുമായിരുന്നു ഈ ഖാറൂൻ രാജാവ്, അല്ലെങ്കിൽ ഖാറൂൻ മുതലാളി. അദ്ദേഹത്തിന്റെ അഹങ്കാരം കണ്ട് അവസാനം അല്ലാഹു തആല അദ്ദേഹത്തിന്റെ വലിയ കൊട്ടാരമടക്കം അദ്ദേഹത്തിന്റെ മുഴുവനായും ഭൂമിയുടെ അടിയിലേക്ക് അല്ലാഹു തആല കൊണ്ടുപോയി. അല്ലാഹു തആലയുടെ കൃപ എങ്ങാനും നമുക്കുണ്ടായിരുന്നില്ലെങ്കിൽ എപ്പോഴേക്ക് സംഭവിക്കുമായിരുന്നു. അല്ലാഹു തആല അവന്റെ കാരുണ്യത്തിൽ നമ്മളെ പൊതിയുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂലിനോട് പറയാണ്, നിങ്ങൾ അവരിലുള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ നിങ്ങളുടെ അനുയായികൾ, അല്ലെങ്കിൽ അവർ ഇസ്തിഗ്ഫാർ പറയുന്ന സമയത്തോളം. വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള ആ വിഷയം. അല്ലാഹുവിന്റെ റസൂലിന്റെ അനുയായികൾക്ക് അല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ബഹുമാനം കൊണ്ട് കൊടുക്കാത്തതാണ് സമുദായത്തിനെ
മൊത്തമായി നശിപ്പിക്കുകയില്ല എന്നുള്ളത്. അല്ലാഹു തആല നബിയുടെ യഥാർത്ഥ അനുയായിയായി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത് കാരുണ്യത്തിന്റെ വിഷയമാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ എത്രയാണ്. ഒരു മനുഷ്യന് അദ്ദേഹത്തിലേക്ക് ഒരാൾ എല്ലാ ദിവസവും പണം കൊടുക്കാൻ രാവിലെ ഒരു മുതലാളി അദ്ദേഹം ഒരു നാട്ടിലുള്ള സാധാരണക്കാരന് എല്ലാ ദിവസവും പണം കൊടുക്കാം. ഇദ്ദേഹത്തിന്റെ പരിപാടി ഒരു ദിവസം പണം കൊടുത്തു. അദ്ദേഹത്തിന്റെ പരിപാടി രാവിലെ വൈകുന്നേരമാകുമ്പോഴേക്കും ഇതേ അദ്ദേഹം കൊടുത്ത മുതലാളി കൊടുത്ത ക്യാഷ് കൊണ്ട് കള്ളും കുടിച്ച് ഇദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നുകൊണ്ട് ഇദ്ദേഹത്തിന് ചീത്ത പറയണം. ഇദ്ദേഹത്തിന്റെ പണി നമ്മൾ അങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ട്. ഞാനൊരാൾക്ക് പണം കൊടുത്തു, അദ്ദേഹം ആ പണം കൊണ്ട് എനിക്കെതിരായി തന്നെ പ്രവർത്തിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ അവനെ കുറിച്ച് ചിന്തിക്കുക പോലില്ല. പൈസ പിന്നീട് അവൻ ചോദിക്കാൻ വന്നാൽ അവന്റെ അഡ്രസ് ഉണ്ടാവില്ല. ഇത് ഒരു പ്രാവശ്യം ഒറ്റ ഒരു ദിവസം ഇങ്ങനെ നമ്മളോട് ചെയ്താൽ മതി. നമ്മൾ പോകുന്ന സമയത്ത് എഴുന്നേറ്റതിലാ പോലും നമുക്ക് പൈസ കൊടുക്കുക. എന്നാൽ നമ്മളൊന്നിച്ച് വേറെ ഒരാള് അദ്ദേഹത്തിലേക്ക് എപ്പോഴും ഇങ്ങനെ വന്ന് ചീത്ത പറയുന്ന മനുഷ്യന് ദിവസവും ഇങ്ങനെ പൈസ കൊടുത്തുകൊണ്ടേയിരിക്കും. വൈകുന്നേരം വന്നിട്ട് ഇദ്ദേഹത്തിനെ തന്നെ ചീത്ത പറയാം. എന്നാലും പൈസ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ തുല്യമായ ഒന്നാണ് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ കാരുണ്യം. ഓ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ കാണുന്ന കണ്ണ്, കേൾക്കുന്ന കാത്, ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും ഇത് മുഴുവനും നമുക്ക് നൽകിയത് അല്ലാഹുവല്ലേ. എന്നിട്ട് അല്ലാഹു തആല ചില നിബന്ധനകളും പറഞ്ഞു. ലോകത്ത് കോടാനുകോടി രൂപ ഉപയോഗിച്ചാൽ പോലും എന്നെ പോലെ നിങ്ങളെ പോലെ ഒരു ശരീരം ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, നമ്മളുടെ കണ്ണിന്റെ വില ലോകത്ത് ഒരാളിന് പോലും നിശ്ചയിക്കാൻ കഴിയില്ല. ഒരൊറ്റ ഒരു കണ്ണിന്റെ വില. അങ്ങനെ ശരീരത്തിന്റെ ഓരോ അവയവത്തിന്റെയും വിലമതിക്കാനാവാത്ത അവയവങ്ങള് ഇത് മുഴുവനും അല്ലാഹു നമുക്ക് നൽകിക്കൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, നിന്റെ കണ്ണുകൊണ്ട് ഹറാമ കാണല്ലേ, നീ നിന്റെ കാതുകൊണ്ട് ഹറാമ കേൾക്കല്ലേ. ഹറാമിലേക്ക് നടന്നു പോകുന്ന കാലാവധി നിന്റേത്. അങ്ങനെ നിനക്ക് ഞാൻ തന്ന കണ്ണുകൊണ്ട് വേറെ ആരെങ്കിലും ഒരാൾ നിനക്ക് തന്നതുകൊണ്ട് നീ ചെയ്യരുത് എന്നല്ല പറയുന്നത്. നിനക്ക് ശ്വസിക്കാനുള്ള വായുവും താമസിക്കാനുള്ള പാർപ്പിടങ്ങളും ആവശ്യമുള്ള മുഴുവനും നിനക്ക് തന്നത് ഞാനാണ്. അതിന്റെ പുറമെ നിന്റെ കൈകാലുകളോ നിന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളോ ഇത് മുഴുവനും തന്ന നമ്മളോട് പറയുന്നു, മുഅ്മിനേ, ഇന്ന ഹറാം ചെയ്യല്ലേ, ഹറാം കാണല്ലേ. എന്നിട്ടോ നമ്മൾ കാണുന്ന ഹറാമിന് ഒരു കുറവുമില്ലല്ലോ. എന്നിട്ട് ഇന്ന് വരെ ഹറാം കണ്ടു എന്നതിന്റെ കാരണത്താൽ, ഹറാമായ പ്രവർത്തനം ചെയ്തു എന്നതിന്റെ കാരണത്താൽ അല്ലാഹു തആല നമ്മുടെ കണ്ണിന്റെ കാഴ്ചകൾ ഒഴിവാക്കിയില്ലല്ലോ. നമ്മുടെ കാതിന്റെ നമ്മുടെ ചെവിയുടെ കേൾവി ശക്തി നഷ്ടപ്പെടുത്തിയില്ലല്ലോ. ശരീരത്തിന്റെ ഒരു അവയവത്തിന്റെയും തെറ്റ് ചെയ്തു എന്നതിന്റെ കാരണത്താൽ അല്ലാഹു തആല അതിനെ ക്ഷയിപ്പിച്ചില്ലല്ലോ. അതാണ് അല്ലാഹു തആല കാരുണ്യവാനാണ്. അവനോട് സമാനമാകുന്ന ഒരു കാരുണ്യവാന് ലോകത്ത് വേറെ ഒരാളും ഉണ്ടാവുകയില്ല. അതാണ് അല്ലാഹുവിനോട് നമ്മൾ എല്ലാ ദിവസവും പറയുന്നത്. പറയേണ്ടത് ഞങ്ങൾക്ക് നീ മാഫ് ചെയ്യണം അല്ലാഹ്. ഈ പറയാൻ പറഞ്ഞത്, നീ ചെയ്യാൻ പറഞ്ഞത് പലതും നമ്മൾ ചെയ്തിട്ടില്ല. നീ എന്തൊക്കെ ചെയ്യരുത് എന്ന് പറഞ്ഞു അത് മുഴുവനും എന്റെ ജീവിതത്തിൽ വന്നുപോയി. റഹ്മാനെ, നീ കാരുണ്യം ചെയ്തില്ല എങ്കിലോ എന്റെ ജീവിതം വളരെ മോശമായിരിക്കും. എന്റെ ആഖിറത്തിലുള്ള ജീവിതം സഹിക്കാൻ പറ്റാത്ത തരത്തിലായിരിക്കും. അതുകൊണ്ട് നീ ഞങ്ങൾക്ക് മാഫ് ചെയ്യണം അല്ലാഹ്. ഇത് നമ്മൾ പറയുമ്പോ മനസ്സറിഞ്ഞുകൊണ്ട് ഇത് പറഞ്ഞില്ല എങ്കിൽ അല്ലാഹുവിന്റെ കാരുണ്യം ഒന്നിരിക്കെ ആഖിറത്തിൽ നമുക്ക് ലഭിച്ചുകൊള്ളണമെന്നില്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അവന്റെ കാരുണ്യം ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇതാണ് ഈ മാസത്തിൽ, ഈ ദിവസത്തിൽ, ഈ റമദാനിന്റെ അവസാന ദിവസങ്ങളിൽ കൂടുതലായി ചെയ്യേണ്ടതുണ്ട്. രണ്ടാമത്തത് നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കാനുണ്ട്. നമുക്കൊന്നും നരകത്തിനെ കുറിച്ച് അറിയില്ല. എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല, നമുക്ക് ആർക്കും അറിയില്ല. ഈ ചൂട് വല്ലാത്ത ചൂടാണ്. ഇപ്പൊ സഹിക്കാൻ പറ്റാത്ത ചൂട്. ഇത് കാണുന്നുണ്ടാവും. ഇപ്പോഴത്തെ താപനില 34 ഡിഗ്രിയിലോ മറ്റേ ആണ്. ആ ഈ 34 ഡിഗ്രിയുള്ള ചൂട് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്താണ് ഈ ചൂട്? നരകത്തിൽ
നരകത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, നരകത്തിൽ നിന്ന് അടിച്ചു വീശുന്ന കാറ്റാണ് ദുനിയാവിലേക്ക് വരുന്ന ചൂട് എന്ന്. അങ്ങനെ പല വിഷയങ്ങളുണ്ട്. ഈ ചൂട് പോലും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഇപ്പൊ സൂര്യൻ ഉദിക്കുന്നത് കിലോമീറ്റർ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറമാണ്. ആ സൂര്യന്റെ താപനില നമുക്ക് ഇവിടെ വെച്ച് സഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു ചാണം മുകളിൽ സൂര്യൻ ഉദിക്കുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് ഒരു നിമിഷമെങ്കിലും ചിന്തിച്ച് അതിന് വേണ്ടി എന്തെങ്കിലും നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വിഷയമല്ലേ. നരകത്തിനെ കുറിച്ച് കാവലിനെ ചോദിക്കണം. എന്തുകൊണ്ടാണ് നരകത്തിനെ കുറിച്ച് ഇത്രമാത്രം കാവൽ ചോദിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്താണ് നരകം? എന്താണ് നരകത്തിലേക്ക് അല്ലാഹു തആല ഒരാളെ വിട്ടു കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്? പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, വഖാലല്ലദീന ഫിന്നാർ, നരകത്തിലുള്ള ജനങ്ങള് അല്ലാഹു തആല ഒരുത്തനെങ്ങാനും നരകത്തിലേക്ക് ഇട്ടാൽ ആ ജനങ്ങള് നരകത്തിൽ ഖസനത്തി ജഹന്നം, ആ നരകം കാക്കുന്ന മലക്കിനോട് പറയുന്നതാണ്, റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബാകുന്ന അല്ലാഹുവിനെ ഒന്ന് വിളിക്കുമ്പോ യുഖഫിഫു അന്നാ യൗമൻ മിനൽ അദാബ്, ഈ ദിവസത്തിൽ ഞങ്ങൾക്കൊന്ന് ശിക്ഷയെ ഒന്ന് ലഘൂകരിച്ചു തരാൻ അല്ലാഹുവിനോട് നിങ്ങൾ പറയുമോ എന്ന് ആ നരകത്തിലുള്ള ജനങ്ങൾ അല്ലാഹുവിനെ പ്രത്യേകമായി ഏൽപ്പിച്ച നരകം കാക്കുന്ന മലക്കിനോട് പറയുമെന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ പറയുകയാണ്. എന്നിട്ടോ ഇങ്ങനെ അല്ലാഹു തആല നരകത്തിലുള്ള ജനങ്ങളോട് പറയുന്ന സമയത്ത് അല്ലാഹു തആല തിരിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. അല്ലെങ്കിൽ ഈ നരകത്തിനെ കാക്കുന്ന മലക്കുകൾ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇപ്പോഴാണ് നരകത്തിനെ കുറിച്ച് ചിന്ത വരുന്നത്. നരകത്തിനെ കുറിച്ച് പറയുന്ന ഒരുപാട് പേര് നിങ്ങൾക്ക് വന്നില്ലയോ? അപ്പൊ അല്ലാഹു തആല പറയാണ്, അല്ലെങ്കിൽ നരകം കാക്കുന്ന മലക്കുകൾ ഈ ജനങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ നരകത്തിനെ കുറിച്ച് പറഞ്ഞു വന്നില്ലയോ? ഇപ്പോഴാണ് നിങ്ങൾക്ക് നരകത്തിനെ കുറിച്ചുള്ള ചിന്ത വരുന്നത്. നരകം എന്ന് പറയുന്ന അത്ര ഭയാനകരമായ നരകം നിങ്ങൾക്ക് വരാനുണ്ട് എന്ന് ഒരുപാട് മുർസലീങ്ങള്, നബിമാര്, അതേപോലെ തന്നെ ഇമാമിങ്ങള്, ആലിമീങ്ങള് വന്നില്ലയോ എന്ന് ചോദിക്കുമ്പോൾ താലൂബല, ആ മനുഷ്യര് അതിനകത്തുണ്ടാകുന്ന മനുഷ്യര് പറയും, അതേ വന്നിട്ടുണ്ട്. അവരോട് നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോ ഈ നരകത്തിൽ വെച്ച് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചോ? അല്ലാഹു തആല നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയില്ല. കാരണം ഏതൊരുത്തനാണോ നന്ദികേട് കാണിക്കുന്നത്, അല്ലാഹുവിനെ വേണ്ടതുപോലെ ബഹുമാനിക്കാത്തവന്, അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങള്, അവൻ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങള് പറയാത്തവനാരോ ചെയ്യാത്തവനാരോ അവനെ ഒരാളെയും അല്ലാഹു തആല സ്വീകരിക്കുകയില്ലെന്ന് സയ്യിദനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്നാ ലനൻസുറു റസൂലനാ വല്ലദീന ആമനൂ ഫിൽ ഹയാത്തിദ് ദുനിയാ വയൗമ യഖൂമുൽ അശ്ഹാദ്. ഞങ്ങളുണ്ടല്ലോ ദുനിയാവില്, ഞങ്ങളെങ്ങാനും തിരിച്ച് ദുനിയാവിലേക്ക് അയക്കുകയാണെങ്കിലോ ഞങ്ങൾ ദുനിയാവിൽ വെച്ച് ഞങ്ങൾ മുസ്ലിങ്ങൾ പറയുന്നത് കേൾക്കും. എന്നിട്ട് പറയുന്ന യൗമ ലാ യൻഫഉ ളാലിമീന മഅദിറതുഹും, ആ ദിവസമത്രല്ലോ നമ്മൾ പറയുന്ന ഒരു കാരണം അല്ലാഹുവിന്റെ മുമ്പിൽ വില പോവുകയില്ല. എന്ത് നമ്മൾ അന്ന് പറയുന്നുണ്ടോ, നമ്മൾ എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞു അല്ലാഹുവിനോട് എനിക്ക് സംഭവിച്ചു പോയെന്ന് പറയുന്നുണ്ടോ, ഒന്നും അല്ലാഹു തആല മുഖവിലേക്ക് എടുക്കുകയില്ല. വലഹുൽ ലഅനതു വലഹു സുദ്ദാർ, ഭയാനകരമായ ശിക്ഷ അല്ലാഹു തആല മനിക്കന്ന് നൽകുന്നതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നരകത്തിന്റെ ശിക്ഷ വളരെ ഭയാനകരമാണ്. ആ നരകം നമ്മൾ കേൾക്കുമ്പോ, നരകത്തിനെ കുറിച്ച് അറിയുമ്പോ, ആ സമയത്ത് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലൊക്കെ അതിനെ കുറിച്ച് നമ്മൾക്ക് വലിയ ബോധമുണ്ടാവണം. അതിന് പുറമെ അതിൽ നിന്ന് നമ്മൾ കാവലിനെ ചോദിക്കണം. അല്ലാഹു തആല ചോദിക്കൂ എന്ന് പറയാം. നമുക്കാണെങ്കിൽ ചോദിക്കാനുള്ള ഒരു മടിയും കൂടിയാണ്. ഒറ്റ ഒരു ഹദീസ് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. സയ്യിദനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, നമുക്കിത് നല്ല
നല്ല സുഖമാണ്. നമുക്ക് ടെൻഷൻ എന്ന് പറയുന്ന സാധനം തന്നെ കരച്ചിലില്ല. കരഞ്ഞിട്ടൊക്കെ നമ്മ കാലങ്ങളായിട്ടുണ്ട്. അതും എന്തെങ്കിലും കടമുണ്ടെങ്കിൽ അങ്ങനത്തെ നമ്മ കരയും. ഇപ്പൊ മോളെ കെട്ടിക്കാനുണ്ട്, അതിനൊക്കെയാണ് നമ്മ കരയും. നമ്മളെ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ഇന്ന് വരെ ചിന്തിച്ച് കരഞ്ഞ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവനെ രക്ഷപ്പെട്ടു എന്ന് സ്വയം ചിന്തിക്കുക. നമ്മൾ ഓരോരുത്തരും നമ്മൾ എന്തിനൊക്കെ വേണ്ടി കരഞ്ഞു. എനിക്കത് അള്ളാഹു തന്ന എല്ലാം തന്ന് അള്ളാഹു എനിക്ക് നന്ദി കാണിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ആരെങ്കിലും കരഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. ചിരിക്കാൻ നല്ല സുഖമാണ്. ചിരിയെന്ന എല്ലാത്തിനും ചിരിയാണ്. നമ്മൾ നന്നായിട്ട് ചിരിക്കുകയാണ് എല്ലാ സമയത്തും. ചിരി ഉണ്ടാകുന്നത് എന്തുകൊണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്. ഒരാൾ എന്തുകൊണ്ടാണ് ചിരിക്കുന്നത്? ചിരിക്കണം, ചിരി സംഘത്താണ്. അതല്ലേ നല്ല ഉപ്പാന മക്കളെ പോലെ ഇങ്ങനെ കൂടെ കളിച്ചോണ്ട് അള്ളാഹു തആല നമ്മളെ ബർക്കത്ത് എപ്പോഴും അതിനാണ് ഞാൻ മുരങ്ങിയത്. അള്ളാഹു തആല അദ്ദേഹത്തെ ഭാര്യയ്ക്ക് ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. നമ്മുടെ ഇബ്രാഹിം ഹാജി അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, ബഹുമാൻ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി ഒറ്റ ഹദീസ് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താണല്ലോ. ഞാൻ കണ്ട ഒന്ന് നിങ്ങളെങ്ങാനും കാണുകയാണെങ്കിലോ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുന്നത്, ഞാൻ കണ്ട ഒന്ന്, ഞാൻ അറിഞ്ഞ ഒന്ന് നിങ്ങൾ കാണുന്നുണ്ടോ, അറിയുന്നുണ്ടോ? എന്നാൽ നിങ്ങൾ കുറച്ച് മാത്രമേ ചിരിക്കുകയുള്ളൂ. നിങ്ങൾ മുഴുവൻ സമയവും അല്ലെങ്കിൽ കൂടുതലായി കരയുമായിരുന്നു. എന്താണ് നബിയെ നിങ്ങൾ കണ്ടത്? ഞങ്ങൾ കാണാത്ത ഒന്ന്, ഞങ്ങൾ അറിയാത്ത ഒന്ന്, ഞങ്ങൾക്ക് ചിന്തിക്കാത്ത ഒന്ന്. എന്താണ് നബിയെ നിങ്ങൾ കണ്ടത്? നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മുഴുവനും കേൾക്കുന്നവരാണല്ലോ, അറിയുന്നവരാണല്ലോ, പഠിക്കുന്നവരാണല്ലോ. മുഴുവൻ സമയവും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പറയുന്നത് കേട്ട് ജീവിക്കുന്നയാളാണല്ലോ ഞങ്ങള്. എന്നിട്ടും ഞങ്ങൾ കാണാത്ത ഒന്ന്, അറിയാത്ത ഒന്ന്, ചിന്തിക്കാത്ത ഒന്ന്. എന്താണ് നിങ്ങൾ അറിഞ്ഞത് എന്ന് ചോദിക്കുമ്പോ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, റഅയ്തുൽ ജന്ന വന്നാറ. ഞാൻ സ്വർഗ്ഗം കണ്ടിട്ടുണ്ട് സ്വഹാബ, ഞാൻ നരകം കണ്ടിട്ടുണ്ട് സ്വഹാബ. നരകത്തിന്റെ ഭയാനകത കണ്ണുകൊണ്ട് കണ്ടനുഭവിച്ചവനാണ് ഞാൻ. അത് കണ്ട ഒരാൾക്ക് ചിരിക്കാൻ കഴിയില്ല, അത് കണ്ട ഒരാൾക്ക് സന്തോഷിക്കാൻ കഴിയില്ല, അത് കണ്ട ഒരാളുടെ മനസ്സിൽ മുഴുവൻ സമയവും ടെൻഷനായിരിക്കും. എന്റെ അവസ്ഥ എന്താകുമെന്നോ? സ്വഹാബത്ത് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ തെറ്റുകൾ പരമാവധി മുസ്ലിമായതിന് ശേഷം വരാതെ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിൽ കണ്ട സ്വഹാബത്ത് അവർ ജീവിതത്തിൽ വലിയ തെറ്റുകൾ വന്നിട്ടില്ല. അല്ലാഹു തആല മുഴുവനും പൊറുത്തവരാണ്, തൃപ്തിയുള്ളവരാണ് സ്വഹാബത്ത്. എന്നാൽ അവരോട് പോലും മുത്തുനബി പറയുന്നു, നരകം നിങ്ങൾ കണ്ടിരുന്നെങ്കിലോ, നരകം നിങ്ങൾ കാണാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലോ, സ്വർഗ്ഗത്തിൽ അല്ലാഹു തആലയ്ക്ക് അടുത്തുന്നവരെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിലോ, നരകത്തിന്റെ ഭയാനകതയെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിലോ, ലബഖീതും ഖലീലാ ലബഖീതും കസീറാ. നിങ്ങൾ കൂടുതലായി കരയുമായിരുന്നു, അതേപോലെ കുറച്ച് മാത്രമേ ചിരിക്കുകയുമായിരുന്നുള്ളൂ എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പണ്ഡിതങ്ങളെ, ആത്മാർത്ഥതയോടുകൂടി പറയണം, നമ്മുടെ റമദാൻ മാസത്തിന്റെ 2, 3, 4, 5 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ 2, 3, 4, 5 ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഇത് തന്നെയാണ്. റമദാൻ മാസത്തിന്റെ തഹജ്ജുദിന്റെ സമയത്ത് എന്റെ ചെറുപ്പക്കാരെ, നമ്മുടെ ജീവിതത്തിലൊക്കെ എത്ര തെറ്റുകളാണ് സംഭവിച്ചത്. ജീവിതത്തിൽ ഇന്നുവരെ വർഷങ്ങളായി നമ്മളൊക്കെ ജനിച്ചിട്ട് 25 വയസ്സ്, അതേപോലെ 20 വയസ്സ്, 18 വയസ്സ്, 15 വയസ്സിന്റെ കുട്ടികളാണ് നമ്മൾ. നമ്മളുടെ ജീവിതത്തിൽ എത്ര തെറ്റുകളാണ് ഇതുവരെയായി സംഭവിച്ചു പോയി. ഇതൊക്കെ ചിന്തിച്ച് ഒരു നിമിഷം നാളെ ചെയ്യുമായിരിക്കും. ഇന്ന് ഞാൻ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് നന്നായി ചിന്തിച്ച് കരഞ്ഞ ഞാൻ നാളെ വന്നിരിക്കെ വീണ്ടും തെറ്റിലേക്ക് വഴുതി വീണേക്കാം. എന്നാലും ഇന്ന് ഒരു ദിവസം റമദാനിന്റെ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും നമുക്ക് കരയാൻ കഴിയണം. അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. ഇങ്ങനെ
കൂട്ടത്തിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് പേര് ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കരയുന്ന ഒരുപാട് പേരുണ്ടാവാം. അല്ലാഹു തആല നമ്മുടെ ചെറുപ്പക്കാരൊക്കെ നന്നാക്കുമാറാവട്ടെ. ഞാനൊരു ദിവസം ഒരു പള്ളിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേപോലെ തോബ എല്ലാ ആഴ്ചയും തോബ, അതൊരു ചടങ്ങാണ്. എല്ലാ ദിവസവും തോബ ഉണ്ടാവാറ്. ഒരു ഉസ്താദ് ഇങ്ങനെ ആ ചെയ്ത ദോഷം ഈ ചെയ്ത ദോഷം അതിനെ പുറത്ത് തരണം ഇതിനെ പുറത്ത് തരണം നമ്മൾ പറയാം, ഉസ്താദ് പറയാം. അതേ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പറയാം. എന്താ അങ്ങനത്തെ ഒരു ചിന്ത അടുത്ത ചുണ്ടൽ തോബ ഇപ്പൊ എന്നാണ് നമ്മളെ മനസ്സിൽ ആ സമയം. അതാ നല്ലൊരു പരിപാടി. ആഴ്ച മാസത്തിൽ ഒരു അവസാന വെള്ളിയാഴ്ച വെറുതെ അല്ല മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഒരു തോബയാണ്. അപ്പൊ ഏതായാലും ഞാനാണെന്ന് എല്ലാ ആഴ്ചയും തോബ ചെയ്യുമായിരുന്നു. ഒരു ദിവസം എന്തോ ഒരു കാരണത്താൽ ഒരാഴ്ച തോബ ചെയ്യും. സാധാരണഗതിയിൽ ഇങ്ങനെ കരയാനൊക്കെ താല്പര്യമുള്ള വയസ്സന്മാരാണ്. അവരായിരുന്നു എന്ന് പറയുമ്പോൾ നല്ലൊരു ചെറുപ്പക്കാരന്, നല്ല ഒരു എല്ലാം ഉള്ള ചെറുപ്പക്കാർ. ഈ ചെറുപ്പക്കാരെന്ന് മുടി ക്രോപ്പാക്കിയത് കൊണ്ടോ, ചെറുപ്പക്കാര് മദ്രസെല്ലാം കഴിഞ്ഞവൻ ക്രോപ്പാക്കി എന്നത് കൊണ്ടോ, അല്ലെങ്കിൽ അവര് ഒരു യോയോ ആയി നടന്നു എന്നത് കൊണ്ടോ, ഒരു ഫ്രീക്കനായി നടന്നു എന്നത് കൊണ്ടോ അവരൊന്നും മോശപ്പെട്ടവരാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മക്ക് കുറച്ച് ചില വയസ്സന്മാർക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം. ചെറുപ്പക്കാര് പള്ളിക്ക് വന്ന് കണ്ട എത്ര കാലായി ഇങ്ങനെ കണ്ടിട്ട് ഇനിയുണ്ട് അടുത്ത കൊല്ലം വരുവൻ എന്നാലും ചിലർ പറയുന്നത് അടുത്ത കൊല്ലം വരുവൻ. അങ്ങനെയൊന്നും പറയരുത്. നമ്മക്ക് ഈ വയസ്സന്മാരന്റെ കുട്ടി പള്ളിയിൽ ഉറപ്പായിട്ട് നിർത്തുന്നില്ല. ഓരോ ക്ലബിൽ പോയി കയറ്റാൻ ചെറുപ്പക്കാർക്ക് പോകാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. വയസ്സുള്ളവർക്ക് അതില്ല, അവരുടെ സമയം കഴിഞ്ഞു. അതുകൊണ്ട് എല്ലാവർക്കും അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഇവരൊക്കെ നമ്മുടെ ചർച്ച എല്ലാവരും രാവിലെ വന്ന് 11 മണി രാവിലെ 11 മണിക്ക് വന്ന് അസറോട് ഖുർആൻ ഓതാൻ നമ്മുടെ ഇബ്രാഹിം ഹാജി വയസ്സ് 100 കഴിഞ്ഞ് മിക്കതാ നോക്കണ്ടേ പഠിച്ചു പോയത്. അപ്പൊ അങ്ങനെയുള്ള ആ ബഹുമാനി, അങ്ങനെയുള്ള വയസ്സന്മാർ അദ്ദേഹത്തിന് 100 കഴിഞ്ഞ് അല്ലാഹു തആല ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. രാവിലെ വന്ന് 11 മണിക്ക് വന്നാൽ അസറിന് ശേഷമാണ് അതുവരെ ഖുർആൻ കുറച്ച് കേൾക്കും, ഉറക്കം വരുന്നില്ല, പിന്നെ പിന്നെ ഓടി ഇങ്ങനെ അല്ലാഹു തആല അവരുടെ ഒക്കെ ബർക്കത്തോടെ നമ്മളെന്താവും നന്നാക്കി തീരുമാറാവട്ടെ. അപ്പൊ ആ നല്ലൊരു ചെറുപ്പക്കാരന് എല്ലാം ഉള്ള എല്ലാ തരത്തിലും ഫ്രീക്കനായി നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് പറയുന്നത്. നിങ്ങൾ റമദാൻ മാസത്തിന്റെ വെള്ളിയാഴ്ച എന്തൊഴിവാക്കിയെങ്കിലും തൗബ ഒഴിവാക്കിയാണ്. ഓന് സങ്കടത്തോടു കൂടി വന്ന് പറഞ്ഞ സംഗതി ഞാൻ വരുന്നത് തന്നെ കാസർഗോഡ് ഓന് ആഴ്ചയിലും വരും. ഇതേ സാധനത്തിന് വേണ്ടി വെള്ളിയാഴ്ച റമദാൻ മാസത്തിൽ വരും. ഓ തൗബക്ക് വേണ്ടി വരാം. അപ്പൊ ഉസ്താദ് എന്തായാലും തൗബ ഒഴിവാക്കിയുണ്ട്. നല്ല സന്തോഷമായിട്ട്. കാരണം നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ ഒരുപാട് പേരുണ്ടാവും. വേറെ പറയുന്ന ഉസ്താദിനെ നമുക്ക് എന്നോളം പറഞ്ഞിട്ടില്ല. മനസ്സറിഞ്ഞുള്ളിൽ കരയുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അല്ലാഹുവേ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരുപാട് എല്ലാ ചെറുപ്പക്കാർക്കും ബർക്കത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളെ എല്ലാവരെയും നന്നാക്കണം റഹ്മാനെ. വന്നുപോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളോ ഞങ്ങൾക്ക് നീ മാഫ് ചെയ്തു തരണം അല്ലാഹുവേ. പരിശുദ്ധമായ റമദാൻ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ ഒരു പിഞ്ചു കുഞ്ഞിന്റെ മനസ്സുപോലെ ഞങ്ങളുടെ മനസ്സ് നീ പ്രകാശിപ്പിക്കണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിലെ ഇന്ന് വരെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നുപോയി റഹ്മാനെ. ഞങ്ങളുടെ കണ്ണുകളെ കൊണ്ട് ചെയ്ത ഹറാമിയത്തുകൾ, കണ്ണുകളെ കൊണ്ട് കണ്ട ഹറാമിയത്തുകളോ, ഞങ്ങളുടെ കാതുകളെ കൊണ്ട് കേട്ടത്, ശരീരത്തിന്റെ അവയവങ്ങളെ കൊണ്ട് ഒരുപാട് ഹറാമിയത്ത് വന്നുപോയി റഹ്മാനെ. പക്ഷേ ഇന്നുവരെ ഞങ്ങൾ തെറ്റ് ചെയ്യുമ്പോഴും നിന്നെ മറന്നിട്ടില്ല റഹ്മാനെ. നീ അന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു തെറ്റും വന്നു പോയിട്ടില്ല. നേരെ മറിച്ച് നീ ശപിക്കപ്പെട്ട ശൈത്താന്റെ ശത്രു കൊണ്ടാണ് ഞങ്ങൾ തെറ്റ് ചെയ്തത്. അവന്റെ ശർറിൽ നിന്ന് ഞങ്ങൾക്ക് നീ കാവലേകണം റഹ്മാനെ. അല്ലാഹു അവന്റെ ശർറിൽ നിന്ന് ഞങ്ങളെ നീ കാത്ത് രക്ഷിക്കണം റഹ്മാനെ. അല്ലാഹു നീ പൊരുത്തപ്പെട്ട യഥാർത്ഥ മുഖ്ലിസീങ്ങളിലും മുത്തഖീകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. നോക്കുന്ന നോമ്പുകള്, കൊടുക്കുന്ന സദഖകള്, സകാത്തുകള്, നിസ്കരിക്കുന്ന നിസ്കാരങ്ങളോ, ഇരിക്കുന്ന ഇത്തികാഫുകളോ, ഓതുന്ന ഖുർആനോത്തുകളോ ചെയ്യുന്ന മുഴുവൻ സൽക്കർമ്മങ്ങൾ നീ സ്വീകരിക്കണം അല്ലാഹുവേ. ഞങ്ങളെ കഴിയുന്നത്ര സൽക്കർമ്മങ്ങൾ ചെയ്ത അവസാനം നിന്റെ മുമ്പിൽ വരുമ്പോ ഒന്നുമില്ലാത്ത ഹതഭാഗ്യന് ഞങ്ങളെ ആരെയും ഉൾപ്പെടുത്തല്ല റഹ്മാനെ. അല്ലാഹുവേ ന്യൂനതകൾ പരിഹരിക്കണം ഇരട്ടി പ്രതിഫലങ്ങൾ നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. ഈ റമദാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണം ഞങ്ങൾക്ക് പ്രതികൂലമാക്കല്ല റഹ്മാനെ. റമദാൻ കൊണ്ട് വിജയിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. റമദാൻ കാരണം പരാജയപ്പെട്ടു പോകുന്ന ഹതഭാഗ്യരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ലേ അല്ലാഹുവേ.
പ്രതിഫലം കാംക്ഷിച്ചതിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ നാട്ടുകാർക്ക് നീ ബർക്കത്ത് നൽകണം റഹ്മാനെ. അല്ലാഹുവേ അവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണം അല്ലാഹുവേ നാട്ടിലുള്ള സ്ത്രീകൾക്ക് നീ ബർക്കത്ത് നൽകണം റഹ്മാനെ. അല്ലാഹുവേ രോഗികളുണ്ടെങ്കിൽ ശിഫ ചെയ്തു കൊടുക്കണം കടങ്ങളുള്ളവരുടെ വീട്ടിൽ കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ കല്യാണ പ്രായമെത്തിയ പെൺകുട്ടികളുണ്ടോ നല്ല അനുയോജ്യരായ ഇണകട നൽകണം റഹ്മാനെ. ചെറുപ്പക്കാർക്ക് നല്ല ഇണകട നൽകണം റഹ്മാനെ. സ്വാലിഹീങ്ങളാകുന്ന ഇണകട നൽകണം മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളാകുന്ന മക്കളെ നൽകണം റഹ്മാനെ. നൽകിയ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണം അല്ലാഹുവേ ഹാഫിദീങ്ങളും ആലിമീങ്ങളും ആക്കണം അല്ലാഹുവേ ദുനിയാവിലും ആഖിറത്തിലും ഉപ്പമാർക്ക് ബാപ്പമാർക്ക് ഉമ്മമാർക്ക് ഉപകരിക്കുന്ന മക്കളാക്കണം അല്ലാഹുവേ ഞങ്ങളെ എല്ലാവരും നീ സ്വീകരിക്കണം റഹ്മാനെ. നീ പൊരുത്തപ്പെട്ട മുഅ്മിനീങ്ങളിൽ മുഖ്ലിസീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം അല്ലാഹുവേ. ഇത് ഞങ്ങളുടെ റമദാൻ അവസാനത്തതാക്കല്ല റഹ്മാനെ. ഇതുപോലെ ഒരുപാട് റമദാനിൽ കഴിച്ചു കൂട്ടാനുള്ള തൗഫീഖ് നൽകണം ഒരുപാട് ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാനുള്ള തൗഫീഖ് നൽകണം ആക്സിഡന്റ് പോലുള്ള പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, ക്യാൻസർ പോലുള്ള മഹാവ്യാധി രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ കാവലേകണം അല്ലാഹുവേ ഞങ്ങൾക്ക് മരണം ഖൈറായി വരുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമുറക്കെ ചൊല്ലിക്കൊണ്ട് പുഞ്ചിരിച്ച് മരിക്കാൻ പാപികളാകുന്ന ദോഷികളാകുന്ന ഞങ്ങൾക്ക് നിന്റെ കൃപ കൊണ്ട് തൗഫീഖ് നൽകണം അതിനുള്ള ഭാഗ്യം നൽകണം റഹ്മാനെ. അല്ലാഹുവേ ഖബറിൽ ഞങ്ങൾക്ക് നീ തുണയാകണം റഹ്മാനെ. അല്ലാഹുവേ ആരുമില്ലാത്ത ഖബറിൽ ഞങ്ങളെ നീ ശിക്ഷിച്ചേക്കല്ല റഹ്മാനെ. ഞങ്ങൾ ചെയ്ത നന്മകളോ കൂട്ടുകാരനായി അവിടെ നീ അയക്കണം മഹ്ശറയിൽ അർശിന്റെ തണൽ നൽകണം റഹ്മാനെ. സഹിക്കാൻ പറ്റാത്ത ചൂടിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം അല്ലാഹു അർശിന്റെ തണൽ ലഭിക്കുന്നവരെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം സിറാത്ത് പാലം വേഗത്തിൽ നീ കടത്തിവിട്ടണം റഹ്മാനെ. അല്ലാഹുവേ നരകത്തിന്റെ വിറക് കൊള്ളികളാക്കല്ല റഹ്മാനെ. ചെയ്തു പോയ തെറ്റുകൾ മാഫ് ചെയ്യണം സ്വർഗ്ഗാവകാശികളാക്കണം റഹ്മാനെ. അതിനു വേണ്ടി ഒന്നും ചെയ്യാത്തവരാണ് ഞങ്ങളെന്ന് നല്ല ബോധത്തോടുകൂടി പറയുകയാണ് റഹ്മാനെ. അല്ലാഹുവേ നിന്റെ കൃപ കൊണ്ട് സ്വർഗ്ഗം നൽകണം നിന്റെ കൃപ കൊണ്ട് സ്വർഗ്ഗം നൽകണം അല്ലാഹുവേ മുത്തനബിയുടെ നിക്കാഹിൽ പങ്കെടുക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. എല്ലാത്തിനും ഉപരി നിന്റെ നിക്കാഹിനെ കാണാൻ പാപികളാകുന്ന ദോഷികളാകുന്ന ഞങ്ങൾക്ക് നിന്റെ കൃപ കൊണ്ട് തൗഫീഖ് നൽകണം റഹ്മാനെ. അതിനുള്ള ഭാഗ്യം നൽകണം اللهم ربنا تقبل منا إنك أنت السميع العليم